ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ടൈം ടേബിൾ ഉണ്ടാക്കാനൊക്കെ അറിയാം, ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പകുതി വെച്ചിട്ട് അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. നിങ്ങൾക്കിത് റിലേറ്റബിൾ ആണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ വെച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഓരോ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അതെ, കൃത്യമായ ടൈം ടേബിൾ വെച്ചുകൊണ്ട് പ്രോപ്പർ പ്ലാനിൽ എഫിഷ്യൻ്റ് ആൻഡ് ഹാർഡ് വർക്ക് നൽകിക്കൊണ്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ നല്ല മടിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ചിട്ട് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്ടെന്നൊരു ദിവസം ടൈം ടേബിൾ വെച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദെൻ ആ ടൈം ടേബിൾ വെച്ചുകൊണ്ട് കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ പഠിച്ചു. പക്ഷേ പകുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ പ്ലാനോടുകൂടിയല്ല നിങ്ങൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എത്ര സമയം നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്, എത്ര സമയം ക്ലാസ്സുകളുണ്ട്, എത്ര സമയം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രം നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേരും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് കുറേ മണിക്കൂറുകൾ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യും, അതും ആദ്യ ദിവസങ്ങളിൽ തന്നെ. ഇത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കാരണം കുറേ ദിവസമായി അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പഠിക്കാതിരുന്നുകൊണ്ട് മടി പിടിച്ചിരുന്നുകൊണ്ട് പിന്നീട് പഠിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റഡി ട്രാക്കിൽ കയറുന്ന സമയത്ത് കുറേ മണിക്കൂറുകൾ നിങ്ങളുടെ പ്ലാനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയൊരു സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി ആയിട്ടായിരിക്കും മിക്കവാറും മാറുക. അങ്ങനെ തോന്നുന്ന സമയത്ത് മിക്കവാറും പകുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും ആ പ്ലാൻ. ഇങ്ങനെ ഒരു ഡ്രോപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കതൊരു ഡീമോട്ടിവേഷനായിട്ട് മാറും. അടുത്ത ദിവസം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്നുള്ള ചിന്ത പോലും നിങ്ങൾക്ക് വരാൻ സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇനി അങ്ങോട്ട് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെ വീണ്ടും നിങ്ങൾ പഠിക്കുന്നത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച് പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങളുടെ പഠനത്തെയും മാർക്സിനെയും വലിയ രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. അതേപോലെ ആദ്യ ദിവസങ്ങളിൽ ഹെവി ടാസ്കുകൾ ആഡ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മണിക്കൂറുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക. പിന്നീട് ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റഡി ഹവേഴ്സിനെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 മുതൽ 3 മണിക്കൂർ വരെ പഠിച്ചു തുടങ്ങാം. പിന്നീട് ഗ്രാജുവലി നിങ്ങൾക്കത് ഇൻക്രീസ് ചെയ്ത് വരാം. നിങ്ങൾ ഏത് സമയത്താണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്? ഓരോരുത്തരുടെയും കോൺസെൻട്രേഷൻ പവർ ഓരോ സമയത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സമയത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് ആ സമയം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ ഈവനിങ് പേഴ്സൺ ആണോ ഒരു നൈറ്റ് പേഴ്സൺ ആണോ എന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് സമയക്രമം കണ്ടുപിടിക്കുക. രാവിലെ 4:30 മുതൽ 6 മണി വരെ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് കൂളായിരിക്കും, വേറൊരു ചിന്തകളും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. ഏർലി മോർണിംഗ് തൊട്ടിട്ട് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. കാരണം അതിരാവിലെ നമ്മുടെ എല്ലാം കോൺസെൻട്രേഷൻ പവർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചില ആളുകൾക്ക് രാത്രി നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. അവർ രാത്രി ഉറക്കമൊഴിച്ചിട്ട് പഠിക്കുന്നവരായിരിക്കും. അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രാത്രിയായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഏത് സമയമാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ തോന്നുന്നത് ആ സമയം സെലക്ട് ചെയ്യുക. ആൻഡ് ആ സമയത്ത് നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോരുത്തരും പഠിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ചിലർ മോർണിംഗ് പേഴ്സൺ ആണ്, ചിലർ നൈറ്റ് പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഈ ഒരു ടൈം ടേബിളിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മോർണിംഗ് വേക്കപ്പ് ടൈം അഥവാ രാവിലെ എഴുന്നേൽക്കേണ്ട സമയം എന്ന് പറയുന്നത് 5 മണിക്കാണ്. 5 മണി മുതൽ 5:30 വരെ മോർണിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാം. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക ബോഡി.
2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒന്ന് ഫ്രഷ് ആവുക. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി സഹായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ 5:30 മുതൽ 6:30 വരെ ഒരു 1 hour നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക ആൻഡ് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വായിച്ച് പഠിക്കാനുള്ളതാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം 6:30 മുതൽ 6:40 വരെ ഒരു മൈൻഡ് ബ്രേക്കാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സമയങ്ങളിൽ മാക്സിമം മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ചെറിയ ബ്രേക്കുകളിൽ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം, ചെറിയ സമയമേ ബ്രേക്കായിട്ട് നൽകുന്നുള്ളൂ. അതും നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. 10 മിനിറ്റൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി മൊബൈൽ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ബ്രേക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്യും. അതോടെ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് സ്റ്റഡി ടൈം ടേബിൾ ആകെ ഫ്ലോപ്പ് ആവും. അതിനുശേഷം 6:40 മുതൽ 7 മണി വരെ നിങ്ങൾക്ക് യോഗ, എക്സസൈസ് ഇങ്ങനെയുള്ള നിരവധി ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 7 മണി മുതൽ 8:30 വരെ രണ്ടാമത്തെ സ്റ്റഡി സെഷനാണ്. ഈ സമയത്തും വായിച്ച് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാം. അതിനുശേഷം ഒരു 45 മിനിറ്റ് ബ്രേക്കാണ് 8:30 മുതൽ 9:15 വരെ. ഈ സമയത്ത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം 9:30 മുതൽ 11 മണി വരെ അടുത്ത സ്റ്റഡി സെഷനാണ്, അഥവാ മൂന്നാമത്തെ സ്റ്റഡി സെഷൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ടുണ്ടെങ്കിൽ അത് കാണാം. അതേപോലെ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റുകൾ സോൾവ് ചെയ്യാം. കാരണം കുറച്ചു നേരമായി പഠിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ക്ഷീണവും ചെറിയൊരു മടിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 11 മണി മുതൽ 11:15 വരെ അടുത്തൊരു ബ്രേക്കാണ്. ഇതൊരു മൈൻഡ് ബ്രേക്കാണ്, അഥവാ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓടിച്ചൊന്ന് നോക്കിപ്പോവുക. വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കാനുള്ള സമയം ഉണ്ടാകണമെന്നില്ല. കാരണം ഇത് റീക്യാപ്പ് ടൈമാണ്, അഥവാ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് മൈൻഡിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ നിങ്ങളെ ഇത് സഹായിക്കും. അടുത്ത സെഷൻ 11:30 മുതൽ 1 മണി വരെയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വല്ലതും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിനുശേഷം 1 മണി മുതൽ 2:30 വരെ ഒരു ബ്രേക്കാണ്. അതിനുശേഷം 2:30 മുതൽ 4 മണി വരെ അടുത്ത സെഷനാണ്. ഏകദേശം 1.5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് 4 മണിക്ക് ശേഷം 6:30 വരെ ഒരു ലോങ് ബ്രേക്കാണ്. ലോങ് ബ്രേക്കിന് ശേഷം 6:30 മുതൽ 8 മണി വരെയാണ് അടുത്ത സെഷൻ. 8 to 8:30 എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിന്നർ ടൈമാണ്. അതിനുശേഷം 8:30 മുതൽ 10 മണി വരെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാവുന്നതാണ്. ഒരു മോർണിംഗ് പേഴ്സണ് രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ടൈം ടേബിളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇഫ് നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ രാത്രി കൂടുതൽ നേരം ഉറക്കമൊഴിച്ച് പഠിച്ചുകൊണ്ട് രാവിലെ കുറച്ച് വൈകി എണീക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 7 മണിയാകുമ്പോൾ എണീക്കാം. അതിനുശേഷം ഇതേപോലെ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാം. പക്ഷേ ഇത്രയും സമയം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ നേരം രാത്രി പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് നൈറ്റ് പേഴ്സണും മോർണിംഗ് പേഴ്സണും ഈ ഒരു ടൈം ടേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇഫ് നിങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റഡി ട്രാക്കിലേക്ക് കയറുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ തന്നെ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അതും ഈ തുടക്ക സമയത്ത്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ഹവേഴ്സ് കൊണ്ടുവരാവുന്നതാണ്. മീൻസ് നിങ്ങൾ പഠിക്കുന്ന മണിക്കൂറുകൾ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഇഫ് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഈ ഒരു ടൈം ടേബിൾ ഒരു ഹോളിഡേ ടൈം ടേബിളാണ്. മീൻസ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിളാണ്. ഇഫ് നിങ്ങൾക്ക് ഒരു വർക്കിംഗ് ഡേ ടൈം ടേബിൾ ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഫ് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോകളായിട്ട് വീണ്ടും കാണാം. സ്റ്റേ മോട്ടിവേറ്റഡ്. അണ്ടിൽ ദെൻ ബൈ.